സിപിഎമ്മിനെ വെട്ടിലാക്കി ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. AC മൊയ്തീനും MK കണ്ണനും വലിയ ഡീലേഴ്സ് എന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് CPM നേതാവ് MK കണ്ണൻ. CPM നേതാക്കൾക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ KSU നേതാക്കളെ മുഖം മൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ വിവാദം. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പോലീസിന് പേ പിടിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതിയായി. ചിമ്മിനി ഡാമിൽ ചിൽഡ്രൻസ് പാർക്ക് അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. മായന്നൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. വാർത്തകളിലേക്ക് വിശദമായി. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമുയർത്തി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM നേതാക്കളായ AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെയുള്ള ഗുരുതര സാമ്പത്തിക ആരോപണങ്ങളുമായാണ് ഡിവൈഎഫ്ഐ നേതാവിന്റെ ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. ഒരു ഘട്ടം കഴിഞ്ഞാൽ CPM നേതാക്കളുടെ സാമ്പത്തിക ലെവൽ മാറുമെന്ന് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കന്മാരാണ്. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. കപ്പലണ്ടി കച്ചവടം നടത്തിയിരുന്ന MK കണ്ണൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. AC മൊയ്തീൻ ടോപ്പ് ക്ലാസ് ഡീലിംഗ് ആണ് നടത്തുന്നതെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. വർഷങ്ങൾക്ക് മുൻപ് CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമായ നിബിൻ ശ്രീനിവാസിനോട് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് സംസാരിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അതേസമയം തന്റെ ശബ്ദ സന്ദേശം എന്ന പേരിൽ പ്രചരിക്കുന്ന ഓഡിയോ ക്ലിപ്പിന്റെ ആധികാരികത തികച്ചും ദുരൂഹമാണെന്ന് ശരത് പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. താനെന്നും പാർട്ടിക്കൊപ്പമാണെന്നും ശരത് പ്രസാദ് വ്യക്തമാക്കി. അതേസമയം സഹകരണ സംഘങ്ങളിൽ അഴിമതി ആരോപണം ഉന്നയിച്ച CPM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസിനെ CPM പുറത്താക്കി. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല, സാമ്പത്തികമാണ് അത്യാവശ്യം. അല്ല ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. അല്ല ഇത് ഘട്ടം കഴിഞ്ഞ കാശ് വരും. ആൾക്ക് ഇങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞാൽ CPM ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവ് നടത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി കയറി മാക്സിമം പിരിവ് നടത്തൊരു 5000 രൂപ, 15,000 മാക്സിമം. എന്നാൽ ജില്ല വരെ 25 ഇതും പാർട്ടി കമ്മിറ്റി വരെ എന്താണ് 75,000, 1 ലക്ഷം ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്ത് നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കില്ല. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കാം. ഇവരൊക്കെ നല്ല പിടിക്കണം. ഇവരൊക്കെ ഇവരൊക്കെ കണ്ണാട്ടൊക്കെ ഓടാനോടി നിൽക്കും. പൊളിറ്റിക്സും രസപ്പെട്ടാണ്. കപ്പലണ്ടി കാണാൻ വിളിക്കുക. കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളെ നിന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വശം. അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി, അനൂപ്, AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവരൊക്കെ. AC മൊയ്തീൻ, കണ്ണംകുളത്തി. CPM നേതാക്കൾക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശത്തിൽ ശരത് പ്രസാദിനോട് വിശദീകരണം തേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. പ്രചരിക്കുന്നത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ്. രാഷ്ട്രീയ എതിരാളികൾക്ക് അവസരമായി മാറിയ ഈ വിഷയത്തിൽ ഉചിതമായ നടപടി സ്വീകരിക്കും. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണെങ്കിൽ കൂടി നടന്നത് തെറ്റായ കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് CPM. അതിന്റെ നേതാക്കളുടെ ജീവിതവും സുതാര്യമാണെന്നും അബ്ദുൽ ഖാദർ തൃശ്ശൂരിൽ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. യാതൊരു തരത്തിലും വസ്തുതയുമായി പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച്
ഈ വോയിസ് ഉള്ള ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഞങ്ങൾക്കെതിരായിട്ട് നേരത്തെ നടന്ന ഒരുപാട് മാധ്യമ വിചാരണകളുണ്ട്, അല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളിൽ നിന്നേറ്റ വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട്. ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ നേതാക്കളുടെ ജീവിതവും സുതാര്യമാണ്. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ഡിവൈഎഫ്ഐ നേതാവിന്റെ ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് CPM നേതാവ് MK കണ്ണൻ. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ ആളാണ് ശബ്ദ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ശബ്ദ സന്ദേശത്തിൽ തനിക്ക് സംശയമുണ്ട്. തന്റെ അക്കൗണ്ടിൽ 100 രൂപയിൽ കൂടുതലില്ല. തന്റെ സാമ്പത്തിക സ്ഥിതി ED അന്വേഷിച്ചിരുന്നുവെന്നും MK കണ്ണൻ പറഞ്ഞു. ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയി, പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിൻ്റെ കൂടിയായിരുന്നു. ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയ ആളാണ്. ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടിയതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇതൊരു സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എൻ്റെ സാമ്പത്തിക വളർച്ച നിങ്ങൾ അന്വേഷിക്കുമോ? ED അന്വേഷിച്ചിട്ട് ഒരു നയാ പൈസ എൻ്റെ പേരിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ. 6 പ്രാവശ്യം ED മണിക്കൂറുകൾ എന്നെ ചോദ്യം ചെയ്തല്ലോ. എൻ്റെ ഒരു 25 കൊല്ലം 50 കൊല്ലം മുമ്പുള്ള എൻ്റെ എല്ലാം എടുത്തു. എൻ്റെ എല്ലാ ബന്ധുക്കളെയും സാധാരണ കുടുംബക്കാരെ എടുക്കാറല്ലോ. ഇത് ഞാനുമായി അകന്ന റിലേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ എടുത്തുകൊണ്ടുപോയി. ഒരു നയാ പൈസയുടെ വിഷയം എൻ്റെ പേരിൽ ഉന്നയിക്കാനോ എൻ്റെ പേരിൽ ഒരു ചാർജ് ഷീറ്റ് തരാനോ EDക്ക് കഴിഞ്ഞില്ല. EDക്ക് കഴിയാത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടി ഉണ്ടാക്കാൻ പോണത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്ന സാഹചര്യത്തിൽ ജില്ലയിലെ CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും സ്വത്ത് വിവരങ്ങളെക്കുറിച്ചും സമഗ്ര അന്വേഷണം നടത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് CPM ജില്ലാ നേതാക്കളെക്കുറിച്ച് BJP ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന വാർത്തകൾ കാണിക്കുന്നു. CPM നേതൃത്വത്തിലുള്ള ബാങ്കുകൾ മറയാക്കി നേതാക്കൾ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയിൽ ഉന്നതതല അന്വേഷണം ആവശ്യമാണ്. ഈ നേതാക്കൾ സംസ്ഥാന തലത്തിൽ സ്വാധീനമുള്ളവരായതുകൊണ്ട് അന്വേഷണം തൃശൂരിൽ മാത്രം ഒതുങ്ങരുത്. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വ്യക്തമാണ്. ഈ സംഭവത്തിൽ ഉത്തരവാദിയായ CPM ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ തയ്യാറാകണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് AC മൊയ്തീനും MK കണ്ണനും അടക്കമുള്ള ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെന്നാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി മറ്റൊരാളോട് പറയുന്ന സന്ദേശം പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെക്കുറിച്ച് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. നിരവധി സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ കരുവന്നൂർ ബാങ്കിൻ്റെ കേസിൽ AC മൊയ്തീനെതിരായിട്ടുള്ള ആരോപണം അന്വേഷണ ഏജൻസിയുടെ മുമ്പിലാണ്. MK കണ്ണനെതിരായിട്ടും സമാനമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ CPM നേതാക്കന്മാർക്കെതിരായി നേരത്തെ BJP അടക്കമുള്ള പാർട്ടികൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം വസ്തുതാപരമായി ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. സഹകരണ ബാങ്കുകളുടെയും അല്ലാതെയും സാധാരണക്കാരുടെ പണം ഈ നേതാക്കന്മാർ കൊള്ളയടിക്കുകയാണ്. വലിയ മുതലാളിമാരുമായിട്ടുള്ള ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത്. ഇവരെല്ലാവരും ഡീലർമാരാണ് എന്നാണ് DYFI നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ ഡീലേഴ്സ് പാർട്ടിയാണോ എന്നിവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം. അവരുടെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാക്കണം. അവർ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ മറയാക്കിക്കൊണ്ട്
ഈ നേതാക്കന്മാർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഉന്നത തലത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ഗോബോ നന്ദിര ടി-മാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. വക്കാലക്ക ഓഫർ നറുക്കെടുപ്പിലൂടെ നേടാം ബമ്പർ സമ്മാനങ്ങളും ഒപ്പം ഗൃഹോപകരണങ്ങൾക്ക് 70% വരെ ഡിസ്കൗണ്ടുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ. ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. KR നാരായണൻ സ്മാരക മന്ദിരം, അത്താണി സെന്റർ. ഹാൾ മിതമായ നിരക്കിൽ വാടകയ്ക്ക്. 4000 സ്ക്വയർ ഫീറ്റിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മനോഹരമായ ഹാൾ. തൊട്ടുതാഴെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും AC നോൺ AC റൂമുകൾ, ലിഫ്റ്റ് ആൻഡ് ജനറേറ്റർ സൗകര്യം, താഴെ ബാങ്ക്, വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യം. തൃശൂർ മെഡിക്കൽ കോളേജ്, വ്യാസ കോളേജ്, ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവ സമീപം. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ ഓഫറുകളുടെ പൊടിപ്പൂരം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി തികച്ചും സൗജന്യം. തിരഞ്ഞെടുത്ത സ്വർണ്ണാഭരണങ്ങളുടെ പണിക്കൂലി നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. CPM നേതാക്കൾക്കെതിരായ തന്റെ മുൻ ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് DYFI ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. പണമിടപാട് കേസിൽ നിലവിൽ CPM എന്ന പാർട്ടി പോലും പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്. നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുള്ള മുൻ ആരോപണങ്ങൾ ആവർത്തിച്ച അനിൽ അക്കര വിഷയത്തിൽ വിജിലൻസ് കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ഈ കേസിനകത്ത് വന്നു നിൽക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വന്നു നിൽക്കുന്നത്. MK കണ്ണന്റെ സ്വത്തിന്റെ ആസ്തി എത്രയാണ് ആർക്കെങ്കിലും പരിശോധിച്ചാൽ തീരുമോ? അത് ഇൻകം ടാക്സ് പരിശോധിക്കുന്നുണ്ട്. AC മൊയ്തീൻ എന്ന് പറയുന്ന CPM നേതാവിന്റെ വീട്ടിൽ 98 ലക്ഷം രൂപ ഡെപ്പോസിറ്റിന്റെ റെസീറ്റാണ് കിട്ടിയത്. ഇവിടെ ചില ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് കേസെടുത്ത പിണറായി വിജയന്റെ പോലീസാണുള്ളത്. അപ്പോൾ 2 പൊതുപ്രവർത്തകർ, കേരള ബാങ്കിന്റെ വൈസ് ചെയർമാനും MLA-ക്കുമെതിരെ വളരെ കൃത്യമായ രീതിയിൽ CPMന്റെ ജില്ലാ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവും ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ വിജിലൻസ് കേസ് എടുക്കണം. മാത്രമല്ല അവിഹിത സമ്പാദ്യമാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധിക്കണം. AC മൊയ്തീൻ ഇൻകം ടാക്സ് അടയ്ക്കാത്ത ഒരാളാണ്. അപ്പോൾ അയാളുടെ കോടാനുകോടിയുടെ കണക്കും ഇൻകം ടാക്സ് പരിശോധിക്കണം. ഈ 2 വിഷയത്തിൽ നടപടിയെടുക്കണം. ഒരു തർക്കം കാര്യത്തിലില്ല. UDF-ലുള്ള കാലത്തും MK കണ്ണൻ അഴിമതിക്കാരനാണ്. സഹകരണ ബാങ്കുകളിൽ പണം വാങ്ങിയ ആളുകളെ നിയമിക്കും. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ ശരത് പ്രസാദിനും തനിക്കുമെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കാനും അനിൽ അക്കര വെല്ലുവിളിച്ചു. കൊടകര കുഴൽപ്പണ കേസിൽ CPM പ്രതിസ്ഥാനത്താണ്. കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിക്ക് പിന്നെ ഈടില്ലാതെ പണം കൊടുത്തു എന്നാണ് നടത്തറ പഞ്ചായത്ത് അംഗം പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നടത്തറ പഞ്ചായത്ത് അംഗം പറയുന്നു, DYFIയുടെ ജില്ലാ സെക്രട്ടറി പറയുന്നു, ഇതൊക്കെ നിസ്സാരമായിട്ട് കണ്ണന് കാണണമെങ്കിൽ കണ്ണൻ നിയമപരമായി നേരിടണം. ഇത് തെറ്റാണെങ്കിൽ ഈ പറഞ്ഞ ശരത്തിനെതിരെ നോട്ടീസ് അയക്കണം, മാനനഷ്ടത്തിന് കേസെടുക്കണം. തയ്യാറുണ്ടോ കണ്ണൻ? ഞാൻ കണ്ണനെതിരെ ഇപ്പോൾ ആരോപണം വീണ്ടും ഉന്നയിക്കുകയാണ്. കണ്ണൻ ഏത് UDF-നകത്ത് കണ്ണുള്ള കാലത്ത് അഴിമതിക്കാരനാണെന്നല്ലോ. UDF-നകത്ത് ഞാൻ എൻ്റെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഞാൻ നിരവധി തവണ ആരോപണം ഉന്നയിച്ചാണ്. കണ്ണൻ ഈ കേസിനകത്ത് പ്രതിയാണ്. അനധികൃതമായി ഒരുപാട് സ്വത്ത് സമ്പാദിച്ച ഒരാളാണ്. അയാൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം. ഞാൻ എൻ്റെ പേരിൽ ധൈര്യം നോട്ടീസ് അയക്കട്ടെ. CPM നേതാക്കൾക്കെതിരെ DYFI നേതാവ് ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശവും DYFI നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസിന്റെ അഴിമതി ആരോപണങ്ങളും പുറത്തുവന്നത് ഗൗരവമായി കാണണമെന്നും ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. TCVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ ബാങ്കുകളിലെ ചില ഡീലിംഗ്സ് ഉൾപ്പെടെയാണ് പുറത്തുവന്നത്. തുടർ നടപടികൾ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇതൊക്കെ വളരെ ഗൗരവതരമായി കാണണമെന്നാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പറയാനുള്ളത്. കാരണം സമൂഹത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളാണ്, സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഇതിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടത്, ആരോപണം ഉന്നയിക്കപ്പെട്ടത്, ശബ്ദരേഖയിൽ പുറത്തു വന്നത്. ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി CPMൻ്റെ ഭരണം നടക്കുകയാണ്. അവരുടെ നേതാക്കന്മാർ സമ്പാദിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് ആ ശബ്ദരേഖയിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം.
സഹകരണ ബാങ്കുകളിലെ ചില ഡീലിങ്സ് ഉൾപ്പെടെ സമൂഹത്തിലെ വലിയവന്മാരുൾപ്പെടെയുള്ള ഡീലിങ്സിനെ കുറിച്ചൊക്കെ അവരുടെ പ്രമുഖരായ നേതാക്കന്മാരെ കുറിച്ചാണ് ഈ ആരോപണം ഉയർന്നിരിക്കുന്നതും ശബ്ദരേഖയിൽ പിന്നെ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ പിന്നെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ഇത് 5 വർഷം മുൻപ് വന്ന ഒരു ശബ്ദരേഖയാണെന്നാണ് പറയുന്നത്. ശബ്ദരേഖയെ അദ്ദേഹം നിഷേധിക്കുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. CPM നേതാക്കളുടെ വൻ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെ വെട്ടിലായി നേതാക്കൾ. ആയുധം വീണുകിട്ടിയ ആവേശത്തിൽ കോൺഗ്രസും BJPയും CPMനെതിരെ ആക്രമണം ശക്തമാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ നിൽക്കുമ്പോഴാണ് ഇടുത്തിയായി CPMന് അപ്രതീക്ഷിത ആഘാതമേറ്റത്. ജില്ലയിൽ പാർട്ടിയെ വൻ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ട കരുവന്നൂർ കുരി കഴിയും മുൻപാണ് ആ കെട്ട് ഒന്നുകൂടി മുറുക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. 5 വർഷം മുൻപ് നടന്ന സംഭാഷണത്തിലെ ശബ്ദം തന്റേത് തന്നെയെന്ന് ശരത് പ്രസാദ് സമ്മതിച്ചതോടെ പ്രതിരോധത്തിന് മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ് CPM. നടത്തറ മേഖലയിൽ അടുത്തിടെയുണ്ടായ ചില പ്രശ്നങ്ങളുടെ ഭാഗമായാണ് ശബ്ദ സന്ദേശം പുറത്തുവന്നതെന്ന് നേതൃത്വം സംശയിക്കുന്നു. നടത്തറയിൽ നിന്നുള്ള നിബിൻ ശ്രീനിവാസനുമായി ശരത് പ്രസാദ് സംസാരിക്കുന്നതാണ് ശബ്ദശകലം. നിബിനെതിരെ CPM നടപടിയെടുത്തു കഴിഞ്ഞു. എന്നാൽ ആ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് പാർട്ടിക്കേറ്റ മുറിവുണങ്ങുമെന്ന് തോന്നുന്നില്ല. ജില്ലയിലെ CPMന്റെ മുഖമായ നിർണായക സ്വാധീനമുള്ള നേതാക്കളാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. MK കണ്ണനെക്കുറിച്ച് രാഷ്ട്രീയ എതിരാളികൾ പ്രചരിപ്പിക്കുന്ന ആക്ഷേപമാണ് ഒരു പാർട്ടി കേഡർ സ്വകാര്യ സംഭാഷണത്തിലായാലും പരാമർശിച്ചിരിക്കുന്നത്. സംസ്ഥാന നേതൃനിരയിലുള്ള AC മൊയ്തീൻ, കോർപ്പറേഷൻ ഭരണം നിയന്ത്രിക്കുന്ന വർഗീസ് കണ്ടംകുളത്തി, അനൂപ് ഡേവിസ് കാട തുടങ്ങിയവരുടെ സാമ്പത്തിക ഇടപാടുകളെയും ശരത് പ്രസാദ് സംശയ നിഴലിലാക്കി. ഇവരെല്ലാം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് EDയുടെ റഡാറിലുള്ള നേതാക്കളാണ്. ജില്ലയിൽ വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചു എന്നൊക്കെ അവകാശപ്പെടുമ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും പലരും പാർട്ടിയുടെ അരമന രഹസ്യങ്ങൾ പലതും അങ്ങാടിപ്പാട്ടാക്കുന്നതിന്റെ അസ്വസ്ഥതയിലാണ് നേതാക്കൾ. ന്യൂസ് ഡെസ്ക് TCV. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങുമായി കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ പ്രതിഷേധം ശക്തം. സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ, ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ, കിള്ളിമംഗലം ആർട്സ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് K അസ്ലം എന്നിവരെയാണ് മുഖംമൂടിയിട്ട് കൈവിലങ്ങുമായി കോടതിയിലെത്തിച്ചത്. മുള്ളൂർക്കരയിലുണ്ടായ KSU SFI സംഘർഷത്തിന്റെ പേരിലെടുത്ത കേസിലായിരുന്നു പോലീസിന്റെ അസാധാരണ നടപടി. ഈ കേസിൽ ഒളിവിൽ പോയിരുന്ന ഗണേഷ് ആറ്റൂരിനെ കൊയിലാണ്ടിയിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രി വീട്ടിലെത്തിയ പോലീസ് സംഘം വീട്ടുകാരോട് മോശമായി പെരുമാറിയതായി ആരോപണമുയർന്നിരുന്നു. മകൻ കൊടും ക്രിമിനലാണെന്നായിരുന്നു മാതാപിതാക്കളോട് വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ ആക്രോശം. ഇതിനെതിരെ യൂത്ത് കോൺഗ്രസും KSUവും നടത്തിയ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. മാർച്ചിൽ പോലീസിനെ ആക്രമിച്ചതിനെതിരെയും കേസുണ്ടായി. അറസ്റ്റിലായ KSU നേതാക്കളെ തീവ്രവാദികളെപ്പോലെ കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ കോൺഗ്രസ് രംഗത്തെത്തി. CI ഷാജഹാൻ CPMന്റെ ആജ്ഞാനുവർത്തിയെ പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ പറഞ്ഞു. വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനിടെ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മുഖംമൂടി ധരിപ്പിച്ച് ഹാജരാക്കിയതിനെതിരെ കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ വടക്കാഞ്ചേരി CI ഷാജഹാനോട് തിങ്കളാഴ്ച ഹാജരായി വിശദീകരണം നൽകാനും കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് TCV. പിണറായിയുടെ പോലീസിനെ പേ പിടിച്ചിരിക്കുകയാണെന്ന DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. KSU നേതാക്കളെ മുഖംമൂടിയും കൈവിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ വടക്കാഞ്ചേരി SHOയുടേത് അസാധാരണ നടപടിയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം പോലും അവഗണിച്ചാണ് KSU നേതാക്കളെ ഇത്തരത്തിൽ കോടതിയിൽ ഹാജരാക്കിയത്. SHO തരംതാണ CPMകാരനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. വടക്കാഞ്ചേരി SHO UK ഷാജഹാൻ, ഇവനാണ് സുചിത്തിനെ മർദ്ദിച്ചപ്പോ കുന്നംകുളത്തെ CI. അവൻ തന്നെയാണ് ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ. ഇവന് പേ പിടിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ പോലീസിനെ പേ അടങ്ങിയിരിക്കുകയാണ്. പേപ്പട്ടി പോലെയാണ് ഇവരിന്ന് കോൺഗ്രസ്സുകാരെ നേരിടുന്നത്. അത് പേപ്പട്ടികളെ എങ്ങനെയാണ് പൊതുജനം ചെയ്യുന്നതുണ്ടെങ്കിൽ അതേ രീതിയിലേക്ക് പോകേണ്ട സാഹചര്യം വരുത്തരുതെന്നാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ വരെ ഈ കാര്യത്തിൽ CIക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്നിട്ടും അദ്ദേഹം ചെയ്തത്, അദ്ദേഹം ഒരു പോലീസുകാരനായല്ല അവിടെ ആക്ട് ചെയ്തത്. അദ്ദേഹം തരം താഴ്ന്ന മൂന്നാംകിട CPMകാരനായിട്ടാണ് അയാൾ ആക്ട് ചെയ്തത്. പിണറായി വിജയന്റെ പോലീസിന്റെ ഇത്രയും ക്രൂരമായ നടപടികളാണ്. അതുകൊണ്ട് ഇത്തരക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതുവരെ കോൺഗ്രസ് ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകും. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ലോകം കേരള വസ്ത്രാലയം
കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണാശംസകൾ. കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം, ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാണ് ഷോപ്പിംഗ്. മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. ചിമ്മിനിയിൽ നടന്ന പുതുക്കാട് മണ്ഡലം ടൂറിസം പദ്ധതികളുടെ അവലോകന യോഗത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ച് പദ്ധതിയിൽ അനുവദിച്ച 50 ലക്ഷം രൂപയ്ക്ക് സോളാർ ബോട്ട്, ബഗ്ഗി, ചിൽഡ്രൻസ് പാർക്ക് തുടങ്ങിയവ ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിക്കും. 1 കോടി രൂപയിൽ ബോട്ട് ലാൻഡിംഗ്, കഫ്തീരിയ തുടങ്ങിയവ പണിയുന്നതിനുള്ള എസ്റ്റിമേറ്റ് സാങ്കേതിക അനുമതിക്കായി സമർപ്പിച്ചു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായുള്ള കുട്ടവഞ്ചി സവാരി, 3 ട്രക്കിംഗ് പാക്കേജുകൾ എന്നിവ വിജയകരമായി നടത്തിവരുന്നുണ്ട്. സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 1 കോടി രൂപ ഉപയോഗപ്പെടുത്തി വ്യൂ പോയിന്റ്, ഗാർഡൻ, പാർക്കിംഗ് ഗ്രൗണ്ട്, സെൽഫി പോയിന്റ് നവീകരണം എന്നിവയുടെ അനുമതിക്കായി എസ്റ്റിമേറ്റ് ഉടൻ സമർപ്പിക്കാനും തീരുമാനിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ ശുചിമുറികൾ പണിയുന്നതിന് നടപടി സ്വീകരിക്കും. ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ ഉപയോഗപ്പെടുത്തി വിനോദസഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നതിന് ആലോചിക്കുന്നതായി MLA പറഞ്ഞു. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ്, വൈസ് പ്രസിഡന്റ് TG അശോകൻ, ചിമ്മിനി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ KM മുഹമ്മദ് റാഫി, ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ KV വിദ്യ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊട്ടിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം ഫയർഫോഴ്സിന് വിവരം അറിയിക്കുകയായിരുന്നു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പുക ഉയരാൻ ഇടയാക്കിയ ബസിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. മായന്നൂരിൽ KSRTC ബസ്സടിച്ച് വയോധിക മരിച്ചു. ബസ് കാത്തുനിന്ന കൂട്ടിൽമുക്ക് സ്വദേശി പ്ലാക്കിൽ വീട്ടിൽ 70 വയസ്സുള്ള രുക്മിണിയാണ് മരിച്ചത്. തൃശൂരിൽ നിന്നും ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് രുക്മിണിയെ ഇടിച്ചത്. പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോ ഡ്രൈവർക്കും യാത്രക്കാരായ അമ്മയ്ക്കും മകനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടികളെ കൊണ്ടുവരാൻ പോയ തൃക്കൂർ പഞ്ചായത്തിന്റെ ബഡ് സ്കൂൾ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മുൻപിൽ പോയിരുന്ന ഓട്ടോറിക്ഷ പെട്ടെന്ന് ഇടവഴിയിലേക്ക് തിരിയാൻ ശ്രമിച്ചതോടെ വാൻ ഓട്ടോറിക്ഷയിൽ ഇടിക്കുകയായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ സമീപത്തെ കാനയിലേക്ക് മറിഞ്ഞു. രാജ്യത്തിന്റെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്ഥാനമൊഴിഞ്ഞ മുൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറും ചടങ്ങിൽ പങ്കെടുത്തു. 152 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കപ്പെട്ടത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ പിടിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. കേരള രാഷ്ട്രീയത്തിൽ മാറ്റം വരുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP തൃശൂർ സിറ്റി ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷനായിരുന്നു. വികസിത കേരളം, വികസിത തൃശൂർ സൃഷ്ടിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ MT രമേശ്, S സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ B ഗോപാലകൃഷ്ണൻ, KK അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പാർട്ടിയെ അധികാരത്തിൽ
കോൾ നിലങ്ങളിലെ അധിക ജലം ഒഴുകിപ്പോകാത്തത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. ഇറിഗേഷൻ മെയിൻ കനാലിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞതാണ് വെള്ളത്തിന്റെ ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ പഞ്ചായത്തുകളിലെ കോൾ കർഷകരാണ് ആശങ്കയിലായത്. പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം വറ്റിക്കാൻ തുടങ്ങിയതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് പല പാടശേഖരങ്ങളും മുങ്ങുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. കരുവാലിയും ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഒഴുക്ക് നിലച്ചതോടെ ഇവ നീക്കം ചെയ്ത എതിർദിശയിലേക്കാണ് ഇപ്പോൾ വെള്ളം ഒഴുകുന്നത്. അന്തിക്കാട്, കൊടയാട്ടി, തോട്ടുപുര, അഞ്ചുമുറി, വാരിയം കോൾപ്പടവ് തുടങ്ങിയ പാടശേഖരങ്ങളിൽ നിന്ന് അധിക വെള്ളം മെയിൻ കനാലിലേക്ക് പമ്പ് ചെയ്തു തുടങ്ങിയതോടെയാണ് കനാൽ നിറഞ്ഞ് ദിശ മാറിയൊഴുകാൻ തുടങ്ങിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത പാടശേഖര സമിതി ഭാരവാഹികൾ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ കഴിയും, നിറയെ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് ഈ കനാല് നിറഞ്ഞു കിടക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇന്നിപ്പോൾ കാണുന്നത്. ഇത് നീക്കുന്നതിന് വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരെയും പലരെയും സമീപിച്ചെങ്കിലും ഒരു നടപടിയും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വെള്ളം ഇവിടെ നിറഞ്ഞുകൊണ്ട് വാരിയമ്പടവ്, വിളക്കുമാടം, മഞ്ചുമുറി, തോട്ടുപുര, കൊടയാട്ടി തുടങ്ങിയ ഒരു 800 ഏക്കറോളം കൃഷി ചെയ്യാൻ വെള്ളം പമ്പ് ചെയ്യാനും കൃഷി ഇറക്കാനും കഴിയാത്തൊരവസ്ഥയിലാണ്. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ 2.5 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കാർഷിക സർവകലാശാലയുടെ മേൽനോട്ടത്തിലുള്ള സംഘം ഡ്രെഡ്ജർ ഉപയോഗിച്ച് ചണ്ടിയും കുളവാടയും മാറ്റാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. പുള്ളു മുതൽ കാഞ്ഞാണി പെരുമ്പുഴ പാലം വരെ 7 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള മെയിൻചാലിലെ കുളവാഴകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട്. 2 മാസം കൊണ്ട് 1 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ചണ്ടിയും കുളവാഴയും നീക്കാൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അശാസ്ത്രീയമായ രീതിയിലാണ് ഇവ നീക്കം ചെയ്യാൻ തുടങ്ങിയതെന്ന് കർഷകർ പറയുന്നു. ഞങ്ങളുടെ പടവിലെ എല്ലാ പണികളും പൂർത്തീകരിച്ച് ഇരിക്കുന്ന സമയമാണ്. ഇനി ഞങ്ങൾക്കുള്ളത് പമ്പിംഗ് ആണ്. ഈ പമ്പിങ് ഞങ്ങൾക്ക് നടത്തുന്നത് ഈ പുറംചാലിലേക്കാണ്. ഈ പുറംചാലിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ചണ്ടിയും കുളവാഴയും നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇപ്പോൾ വെള്ളം ഞങ്ങൾ പമ്പ് ചെയ്യുമ്പോൾ ഒഴുകുന്നത് ഈ ചണ്ടി വൃത്തിയാക്കി എടുക്കുന്ന ഭാഗമാണ് കിഴക്കോട്ട് പുള്ള് പാലത്തിൻ്റെ കിഴക്കേ ഭാഗം. അവിടേക്ക് വെള്ളം ചെന്ന് കഴിഞ്ഞാൽ ആ വെള്ളം വീണ്ടും പുള്ള് റോഡ് കവിഞ്ഞ് വാര്യമ്പടവിലേക്ക് കടന്ന് വീണ്ടും വിളക്കുംപാടത്തേക്ക് വരാനുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. മണലൂർ പഞ്ചായത്തിലെ രജമുട്ട് പടവ് മുതൽ പെരുമ്പുഴയിലൂടെ പുള്ളിലേക്ക് എന്ന ക്രമത്തിൽ മെയിൻ കനാൽ വൃത്തിയാക്കിയാൽ മാത്രമേ കനാലിന്റെ ഉള്ളൊഴുക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനു പകരം പുള്ളുഭാഗത്തു നിന്നാണ് കുളവാഴയും മറ്റും നീക്കം ചെയ്യാൻ തുടങ്ങിയത്. 2 മാസം മുമ്പ് ആരംഭിച്ച വൃത്തിയാക്കൽ എങ്ങുമെത്താതെ നിർത്തിവെച്ച നിലയിലാണിപ്പോൾ. ഡ്രെഡ്ജർ കനാലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കിടക്കുകയാണിപ്പോൾ. ഈ നിലയ്ക്ക് കൃഷിയിറക്കാനായി എല്ലാ പടവുകളും വറ്റിക്കാൻ തുടങ്ങുന്നതോടെ മെയിൻ കനാൽ നിറഞ്ഞു കവിഞ്ഞ് ബണ്ട് ഉയരം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ വെള്ളമൊഴുകി പല പാടശേഖരങ്ങളും മുങ്ങുന്ന സ്ഥിതി ആവർത്തിക്കുമെന്നാണ് കർഷകരുടെ ആശങ്ക. TCV തൃശൂർ. അന്തിക്കാട് കോൾ പാടശേഖരത്തെ കടവാരവുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം അടിയന്തരമായി പുനർനിർമ്മിക്കാനാവശ്യമായ ഫണ്ട് അനുവദിക്കുമെന്ന് CC മുകുന്ദൻ MLA അറിയിച്ചു. TCV വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി ഇറക്കുന്നതിന്റെ ഭാഗമായി വിത്ത് ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകേണ്ടത് ഈ പാലത്തിലൂടെയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അന്തിക്കാട് പാടശേഖര സമിതി ഭാരവാഹികൾ നിരവധി തവണ KLDC സമീപിച്ചെങ്കിലും പാലം നിർമ്മിക്കുന്നതിനാവശ്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് അന്തിക്കാട് പടവ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പക്ഷെ അത് നടത്തിത്തരണ്ടേ. അപ്പോൾ അതുമായി ഒരു പാലത്തിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിലൊന്നും അങ്ങനെ ഒരു അപകടസ്ഥിതി വരേണ്ട കാര്യം അതിനാവശ്യമായ ഫണ്ടൊക്കെ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് MLA എന്ന നിലയിൽ, പ്രത്യേകിച്ച് അന്തിക്കാട്ടെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരുപാട് പൈസ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും അതായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ട് അതുകൊണ്ട് വളരെ ചർച്ചയായി പോകുന്ന ഈ പാലത്തെ വീണ്ടും പെട്ടെന്ന് അത് പണി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ KLDC ആയിട്ട് അതിൻ്റെ ആൾക്കാരെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചിട്ട് അവരിന്ന് എസ്റ്റിമേറ്റൊക്കെ എടുത്ത് അതിൻ്റെ നടപടിയായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഫണ്ട് കിട്ടേണ്ട ഒരു പരാതിയാണെങ്കിൽ തന്നെ MLAയുടെ ഫണ്ടിൽ നിന്ന് എത്രയാണ് അതിൻ്റെ സംഖ്യ വരുന്നതിൽ കിട്ടി നമുക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ അത് കൊടുങ്ങല്ലൂരിൽ ഗതാഗത നിയമ ലംഘനമെന്ന പേരിൽ വാട്സാപ്പിൽ വന്ന സന്ദേശമനുസരിച്ച് പിഴ അടയ്ക്കാൻ ശ്രമിച്ച യുവാവിന് 5,88,500 രൂപ നഷ്ടമായി. തട്ടിപ്പ് അറിഞ്ഞുടൻ ബാങ്ക് അധികൃതരെ അറിയിച്ചിട്ടും തടയാൻ നടപടി ഉണ്ടായില്ലെന്നും പരാതി. കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി അബ്ദുൾ ബാസിത്തിന്റെയും ഭാര്യയുടെയും അക്കൗണ്ടുകളിൽ നിന്നാണ് പണം നഷ്ടമായത്. ബുധനാഴ്ച ഉച്ചയോടെയാണ് ബാസിത്തിന്റെ വാട്സപ്പിലേക്ക് APK ഫയലായി സന്ദേശം വന്നത്. ട്രാഫിക് സിഗ്നൽ ലംഘനത്തിന് 500 രൂപ പിഴ അടയ്ക്കണമെന്നായിരുന്നു സന്ദേശത്തിന്റെ ഉള്ളടക്കം. എന്തെങ്കിലും വിധത്തിൽ ട്രാഫിക് നിയമലംഘനം ഉണ്ടായിട്ടുണ്ടാകുമെന്ന ധാരണയിൽ ഫൈൻ അടയ്ക്കാൻ മെസ്സേജ് പ്രകാരം ആധാർ നമ്പറും പേരും ടൈപ്പ് ചെയ്തു. പിന്നീട് ഫോണിലേക്ക് തുടർച്ചയായി OTPകൾ വരാൻ തുടങ്ങി. ബാങ്കിന്റെ ആപ്പിലും കയറാൻ പറ്റാതെയായി.
ഇതോടെ അക്കൗണ്ടുകളുള്ള ഇൻഡസിൻഡ് ബാങ്കിന്റെ കൊടുങ്ങല്ലൂർ ശാഖയിൽ വിവരമറിയിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാർ വിഷയം ഗൗരവത്തിലെടുത്തില്ലെന്ന് ബാസിത്ത് പറഞ്ഞു. ഇതിനിടെ ഫോൺ പതിവില്ലാത്ത വിധം ചൂടാകുന്ന അനുഭവം ഉണ്ടായി. തുടർന്ന് വൈകിട്ടോടെ 5 തവണയായി പണം നഷ്ടപ്പെടുകയായിരുന്നു. രണ്ടുപേരുടെയും ജോയിന്റ് അക്കൗണ്ടുകളിൽ നിന്നും അബ്ദുൽ ബാസിത്തിന്റേത് മാത്രമായ അക്കൗണ്ടിൽ നിന്നുമാണ് പണം തട്ടിയെടുത്തത്. വ്യക്തതയില്ലാത്ത ഒരുപാട് സന്ദേശങ്ങളും ഫോണിൽ വരികയുണ്ടായി. പിറകെ വാട്സപ്പും നഷ്ടമായി. ഇതോടെയാണ് എല്ലാം ഹാക്ക് ചെയ്യപ്പെട്ടതായും RTO സന്ദേശം വ്യാജമാണെന്നും വ്യക്തമായത്. സംഭവത്തെക്കുറിച്ച് ബാസിത്ത് സൈബർ സെല്ലിൽ പരാതി നൽകിയിട്ടുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ MDMAയുമായി യുവാവ് പിടിയിൽ. ശ്രീനാരായണപുരം കട്ടൻ ബസാർ കുഴിയാർ സ്വദേശി കറപ്പം വീട്ടിൽ അഫ്താഫ് മുഹമ്മദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കിടപ്പുമുറിയിൽ നിന്ന് 2.765 ഗ്രാം MDMAയും കഞ്ചാവും പിടിച്ചെടുത്തു. ഏതാനും നാളുകളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ഇന്ത്യയുടെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിയായിരുന്നു സീതാറാം യെച്ചൂരിയെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പറഞ്ഞു. സീതാറാം യെച്ചൂരിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CPM ലോക്കൽ കമ്മിറ്റി കൂർക്കഞ്ചേരി വലിയാലുക്കലിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PR കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗം PV സഹദേവൻ, ഏരിയ കമ്മിറ്റി അംഗം PA പുരുഷോത്തമൻ തുടങ്ങിയവരും സംസാരിച്ചു. സഖാവ് സീതാറാം യെച്ചൂരി അത് ഒരു വിദ്യാർത്ഥി എന്നുള്ള അഭിമാന സംഭവം പാർട്ടി നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ലോകത്തിന്റെ ഏതു കോണിലായാലും തൃശൂരിന്റെ വികസനം മാത്രമാണ് തന്റെ ഊണിലും ഉറക്കത്തിലുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജസ്റ്റിൻ ജേക്കബ്, പൂർണിമ സുരേഷ്, അഡ്വക്കേറ്റ് KR ഹരി, PK ബാബു, പെരുവനം കുട്ടന്മാരാർ തുടങ്ങിയവർ പങ്കെടുത്തു. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹായം ലഭിച്ചതിൽ വിവിധ പുലിക്കളി സംഘങ്ങൾ കേന്ദ്രമന്ത്രിയെ ആദരിച്ചു. ഇന്നലെ അത് ലോഞ്ച് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് എൻ്റെ മനസ്സിലില്ലാത്ത ഇതിനെ സംബന്ധിച്ച് ഒരു ജനാധിപത്യത്തിൽ ഒരുപക്ഷെ എല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൈനീട്ടി കാത്തു നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഉദ്ധാരണമാണ് സത്യത്തിൽ ഇന്നലെ കലുങ്ക് സംഗമത്തിലൂടെ സാധ്യമായിരിക്കുന്നത്. ദേശീയപാത നിർമ്മാണം ഉറക്കം കെടുത്തുമ്പോൾ അധികാരികൾക്ക് മുന്നിൽ പരാതിയുമായി നിൽക്കുകയാണ് ഒരു കുടുംബം. കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ടോളിന് സമീപം താമസിക്കുന്ന ഞാവേലി പറമ്പിൽ ഷാനവാസും കുടുംബവുമാണ് ഭീതിയുടെ നിഴലിൽ കഴിയുന്നത്. 1980-ൽ ദേശീയപാത വികസനത്തിനായി ഷാനവാസിന്റെ കുടുംബം 35 സെന്റ് സ്ഥലം വിട്ടു നൽകിയിരുന്നു. ഇപ്പോൾ ദേശീയപാത നവീകരണത്തിനായി 1.5 സെന്റ് ഭൂമി കൂടി വിട്ടുകൊടുത്തു. നിലവിൽ ദേശീയപാതയുടെ സർവീസ് റോഡിന് അരയടി അകലത്തിലാണ് ഷാനവാസിന്റെ വീടുള്ളത്. ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ ഭാരമേറിയ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർവീസ് റോഡിലെ കാനയ്ക്ക് മുകളിലൂടെയാണ് കടന്നുപോകുന്നത്. രാത്രികാലങ്ങളിൽ അതിവേഗത്തിലെത്തുന്ന ചരക്ക് വാഹനങ്ങളും മറ്റും വീടിന്റെ പുറംചുവരിൽ ചെന്നിടിക്കുന്ന അവസ്ഥയാണുള്ളത്. കണ്ടാലറിയാൻ പറ്റും. ഈ വലിയ ഹെവി വണ്ടികളാണ് ഹെവി വണ്ടികൾ ഈ സ്ലാബിലൂടെ കയറിക്കൊണ്ട് എൻ്റെ വീടാണ് തൊട്ടിപ്പുറത്തുള്ളത്. ഈ വീടാണ് തൊട്ടിപ്പുറത്തുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതേമാതിരിയാണ് ഒരു വണ്ടി വന്നിട്ട് നേരെ വീടിൻ്റെ മുകളിലോട്ടാണ് കയറി വന്നത്. ഞങ്ങളെല്ലാവരും വളരെ പേടിച്ചിട്ടാണ് ഇവിടെ ഈ ഒരേ ദിവസം കഴിഞ്ഞുകൊണ്ട് പോണത്. ഉറങ്ങാൻ പറ്റുന്നില്ല. മെയിനായിട്ട് ഭയങ്കര ഹെവി വണ്ടികൾ വന്നിട്ട് ശബ്ദം കാരണം ഒട്ടും ഉറങ്ങാൻ പറ്റില്ല. ഈ നാട്ടുകാരെല്ലാവരും ഒരുപാട് പ്രാവശ്യം പരാതി പറഞ്ഞിട്ട് ഇവരത് ശരിയാക്കിയിട്ടില്ല. ഈ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ഒട്ടനവധി പരാതികളുടെ പ്രളയമാണ്. പക്ഷെ ഇത് ഇപ്പം ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. കുറച്ച് ഭാഗം മാത്രം ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസത്തെ പണി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ ഈ പ്രശ്നം തീരും. അതിന് ചെയ്യാതിരിക്കുന്നതിന്റെ മൂലം ഈ വരുന്ന മുഴുവൻ ഹെവി വാഹനങ്ങളും ഈ അവരുടെ ഷാനവാസിന്റെ വീടുമ്പോ ചേർന്നാണ് പോകുന്നത്. സ്ലാബിന്റെ മുകളിലൂടെ കയറിയാണ് പോകണ. ഏത് സമയത്തും വലിയൊരു ദുരന്തം ഉണ്ടാവും. ദേശീയപാതയിലെ പ്രധാന റോഡിൽ ഏകദേശം 30 മീറ്റർ പണി പൂർത്തിയാക്കിയാൽ വാഹനങ്ങൾക്ക് നേരെ കടന്നു പോകാവുന്ന സാഹചര്യമുണ്ടാകും. എന്നാൽ ഇരുവശത്തേക്കുമുള്ള വാഹനങ്ങൾ കിഴക്കേ സർവീസ് റോഡിലൂടെ മാത്രമാണ് ഇപ്പോൾ തിരിച്ചുവിടുന്നത്. ഇതുമൂലം ദുർബലമായ സ്ലാബ് തകർന്ന് വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഏത് നിമിഷവും സംഭവിച്ചേക്കാവുന്ന അപകടത്തെ മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചാലക്കുടി പുഴയുടെ കൂടപ്പുഴ തടയണയിൽപ്പെട്ട 2 യുവാക്കൾ രക്ഷപ്പെട്ടു. വിദ്യാർത്ഥികളായ 2 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരാൾ മുകൾ ഭാഗത്ത് വെച്ച് തന്നെ കോൺക്രീറ്റ് ഭിത്തിയിൽ പിടിച്ച് മുകളിൽ കയറി. ഷട്ടറിന് അടിയിൽ കൂടി ഒഴുകിപ്പോയ മറ്റൊരു വിദ്യാർത്ഥിയെ മീൻ പിടിക്കാൻ നിന്നിരുന്ന ആളുകൾ രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു സംഭവം.
റവന്യൂ ജില്ലാ അധ്യാപക ദിനാചരണം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു. മികച്ച അധ്യാപകർക്കുള്ള സംസ്ഥാന അവാർഡുകൾ നേടിയ തൃശൂർ ജില്ലയിലെ വിവിധ അധ്യാപകരെ പരിപാടിയിൽ ആദരിച്ചു. കുറ്റിപ്പുറം റോഡിലെ നവീകരണ പ്രവൃത്തികൾ എത്രയും വേഗം പൂർത്തിയാക്കി സമർപ്പിക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പുഴയ്ക്കലിൽ KSTP റോഡ് നിർമ്മാണ പ്രവൃത്തികൾ പരിശോധിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പ്രവൃത്തിയിൽ ഒട്ടനവധി പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അവയെല്ലാം നീക്കി വേഗത്തിൽ തന്നെ പ്രവൃത്തി പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചാലക്കുടി നഗരസഭ തൃശൂർ കോർപ്പറേഷൻ പരിധികളിലുള്ള കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാത്തത് ദുരന്തം ക്ഷണിച്ചു വരുത്തുമെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് ഹാജരാകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത. സെപ്റ്റംബർ 27-ന് ചാലക്കുടി പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കുമ്പോൾ ജില്ലാ കളക്ടർ, തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി, ചാലക്കുടി നഗരസഭാ സെക്രട്ടറി എന്നിവർ നേരിട്ട് ഹാജരാകണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. ചാലക്കുടി സ്വദേശി ബാബു ജോസഫ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. കാർഷിക സർവകലാശാലയിലെ ഫീസ് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് KSU പ്രവർത്തകർ കാർഷിക സർവകലാശാല പ്രോ ചാൻസലർ, കൃഷിമന്ത്രി P. പ്രസാദ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം റവന്യൂ മന്ത്രി K. രാജൻ എന്നിവരുടെ കോലം കത്തിച്ചു. ഫീസ് വർധനയ്ക്കെതിരെ KSU നടത്തുന്ന അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായാണ് കോലം കത്തിച്ചത്. KSU സംസ്ഥാന കമ്മിറ്റി അംഗം വിമൽ, യൂണിറ്റ് പ്രസിഡന്റ് അഭിമന്യു, യൂണിറ്റ് സെക്രട്ടറി ഹരിനന്ദ് എന്നിവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. സർവകലാശാലയിലെ വിവിധ കോഴ്സുകളിൽ 50% മുതൽ 350% വരെയാണ് ഫീസ് വർദ്ധിപ്പിച്ചത്. എല്ലാരും കുറച്ച് വിട്ടുന്നോ പെട്രോളാ നീ വിളിച്ചോ. മന്ത്രിരാജൻ കത്തട്ടെ, മന്ത്രിരാജൻ കത്തട്ടെ, പ്രസാദും കൂടെ കത്തട്ടെ, പ്രസാദും കൂടെ കത്തട്ടെ, വിദ്യാർത്ഥികളെ കൊള്ളയടിക്കും. മന്ത്രിരാജൻ കത്തട്ടെ, വിദ്യാർത്ഥികളെയും വഞ്ചിച്ച്, വിദ്യാർത്ഥികളെയും വഞ്ചിച്ച് കൂടെ കത്തട്ടെ, പ്രസാദും കൂടെ കത്തട്ടെ, ഫീസ് വർധന എന്ന് പറഞ്ഞ്, ഫീസ് വർധന എന്ന് പറഞ്ഞ്. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 10,200 രൂപ, പവന് 81,600 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CPM-നെ വെട്ടിലാക്കി DYFI നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്ത്. AC മൊയ്തീനും MK കണ്ണനും വലിയ ഡീലേഴ്സ് എന്ന് DYFI ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. DYFI ജില്ലാ സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. ശബ്ദ സന്ദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് CPM നേതാവ് MK കണ്ണൻ. CPM നേതാക്കൾക്കെതിരെ വിജിലൻസ് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ KSU നേതാക്കളെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ വിവാദം. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പോലീസിനെ പേ പിടിച്ചിരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജൻ. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 3 കോടി രൂപയുടെ ഭരണാനുമതിയായി. ചിമ്മിനി ഡാമിൽ ചിൽഡ്രൻസ് പാർക്ക് അടുത്ത മാസം പ്രവർത്തനം ആരംഭിക്കുമെന്ന് KK രാമചന്ദ്രൻ MLA. മായന്നൂരിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. കൂട്ടിൽമുക്ക് സ്വദേശി രുക്മിണിയാണ് മരിച്ചത്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ഭയന്ന് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്ക്. കല്ലൂർ പള്ളിക്കുന്നിൽ സ്കൂൾ വാനിടിച്ച ഓട്ടോറിക്ഷ മറിഞ്ഞ് 3 പേർക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.